ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളൊരു സ്പെസിഫിക് ആയിട്ടുള്ള വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ അതറിയാനുള്ള ഒരു 5 പ്രധാനപ്പെട്ട സ്പിരിച്വൽ സയൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ തമ്മിൽ ഒരു സ്പിരിച്വൽ കണക്ഷൻ ഉണ്ടെങ്കിൽ, അത് ക്രിയേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഈ സയൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ 100% ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ പോകുന്നു എന്നുള്ളതിൻ്റെ. ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോഴുള്ള ആ ഇമോഷൻസ് ഒക്കെ മാറിയിട്ട്, ലാസ്റ്റ് ഫ്യൂ ഡേയ്സിലുള്ള ഇമോഷനേക്കാൾ കൂടുതൽ പോസിറ്റീവായിട്ടുള്ള എക്സൈറ്റഡ് ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാവുക, നിങ്ങൾക്ക് തന്നെ നിങ്ങളൊന്ന് എനർജറ്റിക് ആയി എന്നുള്ളൊരു തോന്നലുണ്ടാവുക. അത് ആ ഒരു പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ തോട്ട്സ് എല്ലാം അവരിൽ റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. ആ തോട്ട്സിൻ്റെ ഒക്കെ ഒരു റിഫ്ലക്ഷൻ ഇങ്ങോട്ടും വരുന്നുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അവർ നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് തുടങ്ങുമ്പോൾ ആ ഒരു എനർജി നിങ്ങൾക്ക് ഇവിടെ ഫീൽ ചെയ്യുകയാണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഫീൽ ചെയ്യും. സോ എക്സൈറ്റഡ് ആയിട്ടുള്ള ഇമോഷൻസ് വരുന്നുണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ അത് പോസിറ്റീവാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട സൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഉള്ളിൽ തോന്നുക, ആ വ്യക്തി എന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, ആ വ്യക്തിക്ക് എന്നെ മിസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ആ വ്യക്തി തീർച്ചയായിട്ടും തിരിച്ചു വരും എന്നുള്ള തോന്നലൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സൈനാണ്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ടുള്ള കോ ഇൻസിഡൻസ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ വ്യക്തിയുടെ പേര് കാവ്യ എന്നാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ പേര് തന്നെ നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കാവ്യ എന്ന് പേരുള്ള പല പ്രൊഫൈൽസ് നിങ്ങൾ കാണുക, അല്ലെങ്കിൽ കാവ്യയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ടോക്കുകൾ, ന്യൂസുകൾ, അല്ലെങ്കിൽ ആ പേര് തന്നെ പല സ്ഥലങ്ങളിലായിട്ട് കാണുക. ഇങ്ങനെയൊക്കെ ആ കാവ്യ 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 എന്ന് പറയുന്ന പേര് പല തവണയായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ പല സന്ദർഭത്തിൽ പല സിറ്റുവേഷനിൽ കാണേണ്ട ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ പരിചയപ്പെടുന്ന ആളുകളുടെ പേര് കാവ്യ എന്നായിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവായിട്ടുള്ള സൈൻ തന്നെയാണ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു സൈൻ തന്നെയായിട്ട് നമുക്കത് കണക്കാക്കാവുന്നതാണ്. സോ ഇതാണ് മൂന്നാമത്തെ സൈൻ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ സൈനിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പേഴ്സണൽ സപ്പോർട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനോ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. ഇനി നാലാമത്തെ സൈനിലോട്ട് വരാം. അത് നിങ്ങൾ സ്വപ്നത്തിൽ അവരെ കാണുക എന്നുള്ളതാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ അവരുമായിട്ട് എന്തെങ്കിലും ഒരു ഇടപഴകുന്നതോ, അല്ലെങ്കിൽ ഒരു യാത്ര പോകുന്നതോ, അല്ലെങ്കിൽ ഒന്നിച്ച് ഫുഡ് കഴിക്കുന്നതോ എന്തോ ആവാം. അത് നിങ്ങൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് അവർ സ്വപ്നത്തിൽ വരിക. അത് ഏത് തരത്തിലുള്ള ഡ്രീം ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിൽ അത് തീർച്ചയായിട്ടും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൈനായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ലാസ്റ്റ് ഫൈനൽ വൺ എന്ന് പറയുന്നത്, അഞ്ചാമത്തെ സൈന് പ്രസൻസ് ആണ്. അവരുടെ പ്രസൻസ് നിങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുക. നിങ്ങൾ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കുന്ന സമയത്ത് ഒക്കെ നിങ്ങൾക്ക് അവർ തൊട്ടടുത്തുണ്ടല്ലോ എന്നുള്ള ആ ഒരു ഫീലിങ്, അവരുടെ ഒരു സ്മെല്ല്, അല്ലെങ്കിൽ അവരുടെ വോയിസുകൾ, അല്ലെങ്കിൽ അവരാണെന്ന് തോന്നുക മറ്റുള്ളവരെ കാണുന്ന സമയത്ത്, അങ്ങനെ വലിയ രീതിയിൽ അവരുടെ ഒരു പ്രസൻസ് നിങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെ ഡീപ്പായിട്ട് നോൺ സ്റ്റോപ്പായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് മീനിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. സോ ഇതെല്ലാം പോസിറ്റീവായിട്ടുള്ള സയൻസ് ആണ്. പോസിറ്റീവായിട്ട് ഇരിക്കുക. 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പോൾ ആരെങ്കിലും നിങ്ങളോട് ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ട് പോയി, അല്ലെങ്കിൽ ഒത്തിരി നാൾ പ്രണയിച്ചതാണ്, വേറൊരു തേർഡ് പേഴ്സൺ വന്നപ്പോഴേക്കും നമ്മളെ വേണ്ട, അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് കൂടുതൽ കൂട്ടാവുന്നു, അങ്ങനെ ധാരാളം പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ ഏത് തരത്തിലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള
ഗൈഡൻസ്, ടെക്നിക്കുകൾ, ആക്ടിവിറ്റീസ് ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പ്രോബ്ലം എന്താണോ അതിനുള്ള കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ അപ്ലൈ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അത് സക്സസ്ഫുൾ ആക്കിയെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഗോള് അതെന്താണെങ്കിലും അത് സക്സസ് ആക്കാൻ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതിന് എന്തെങ്കിലും രീതിയിലുള്ള ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.